ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഒരു കോട്ടയം യാത്രയിലായിരുന്നു. ആ കോട്ടയം യാത്രയിലെ പാർട്ട് 2 വീഡിയോ ആണ് ഇത്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഏറ്റുമാനൂർ വരെ എത്തി. അത് കഴിഞ്ഞിട്ടുള്ള ക്ലിപ്പിങ്സ് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ ഇടാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ശേഷമുള്ളതാണ് ഇതിൽ. അപ്പോൾ നമ്മൾ ഏറ്റുമാനൂർ അമ്പലത്തിൽ തൊഴുതിന് ശേഷം നമ്മൾ പിന്നെ നേരെ വണ്ടി വെച്ച് പിടിച്ചത് വൈക്കത്തോട്ടാണ്. കാരണം ഇവിടെയാണ് അച്ഛൻ സ്റ്റേ ചെയ്യുന്നത്, അച്ഛൻ താമസിക്കുന്നത്. അപ്പം നമ്മൾ പിന്നെ അങ്ങോട്ടാണ് പോയത്. വൈക്കത്ത് നമ്മൾ ഫസ്റ്റ് പോയത് വൈക്കത്ത് അമ്പലമാണ്, മറ്റേ മഹാദേവൻ്റെ അമ്പലമാണ്. അപ്പം ഇത് നല്ല ഫേമസാണ്, ഏറ്റുമാനൂർ പോലെ നല്ല ഫേമസാണ് ഈ ഒരു അമ്പലം. അപ്പം നമ്മൾ അവിടെ പോയി കാണുമ്പം മറ്റേ അമ്പലം പോലെ തന്നെയാണ്, ഭയങ്കര വലുതാണ്, നല്ല വലിയ അമ്പലമാണ്. പുറമേ കാണുമ്പോൾ ഉള്ളൊരു വ്യത്യാസമേ ഉള്ളൂ എങ്കിലും അകത്ത് കയറി കഴിഞ്ഞാൽ രണ്ട് അമ്പലവും ശരിക്കും സെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആ സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഒരു 1:30 മണിയായപ്പോഴത്തേക്കും നമ്മൾ പിന്നെ നേരെ വണ്ടി വളച്ചിട്ടത് ഉമാമി ഫുഡ് വൈബ്സ് എന്ന് പറഞ്ഞൊരു കടയിലോട്ടാണ്. വയറിൽ നിന്ന് വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. സാധാരണ കടയിലെ ചിക്കൻ ബിരിയാണി വെച്ച് പറയാനുണ്ടല്ലോ, ഇറ്റ് വാസ് സോ ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. സാധാ കടയിലെ ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ചിക്കൻ ആണെങ്കിൽ ഒരുമാതിരി ഒരു ഗ്രേവിയൊന്നും ഇല്ലാതെ ഒരുമാതിരി മസാലയൊന്നും പിടിക്കാത്ത പോലെ കിട്ടും. പക്ഷേ ഇതാണെങ്കിൽ നല്ല ജ്യൂസി ചിക്കനായിരുന്നു, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബില്ലൊക്കെ കണ്ടല്ലോ, നമ്മൾ ബില്ലൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നു. ഫസ്റ്റ് തന്നെ വൈക്കം മറ്റേ ഗാന്ധിജിയുടെ സ്മാരകം ആ വഴി കൂടെ നമ്മൾ കയറിയില്ല, ജസ്റ്റ് പാസ് ചെയ്ത് പോയതേ ഉള്ളൂ. പിന്നെ നമ്മൾ മെയിനായിട്ട് അടുത്ത് പോയത് വൈക്കം ബീച്ചിലോട്ടാണ്. ബീച്ച് എന്ന് കേൾക്കുമ്പോൾ സാധാരണ കടലാണ്, ബീച്ച് എന്ന് വെച്ചാൽ കടലാണ്. പക്ഷേ സാധാ കടലെന്ന് വെച്ചാൽ ഇങ്ങനെ എന്താണ് തിരമാലയൊക്കെ ഉള്ള കടൽ. പക്ഷേ ഇത് ആ കടലല്ല, ഇത് കുറച്ച് വ്യത്യസ്തമായ കടലാണ്. ആക്ച്വലി ഇത് ബീച്ചല്ല, കായലാണ്. അപ്പോൾ നമ്മൾ കായലിലും ഈ ഹൗസ് ബോട്ട് പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ചെന്ന് കയറുമ്പോൾ തന്നെ അവിടെ ഇതുപോലെ കുറച്ച് പ്രതിമകളൊക്കെ ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. ഈ വൈക്കം സത്യാഗ്രഹമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗാന്ധിജിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ചങ്ങലയൊക്കെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന പോലത്തെ, അതിൻ്റെ ആ ഒരു സത്യാഗ്രഹത്തിൻ്റെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ ഒരു കിണ്ടിൻ്റെ മുകളിൽ ഏതൊരാൾ നിൽക്കുന്ന പോലത്തെ ഭയങ്കര ഡിഫറെൻറ്റ് പ്രതിമാസൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഇതാ ഒരു തെങ്ങിൽ കുറേ അരിവാൾ കുത്തി വെച്ചിരിക്കുന്ന പോലത്തെ പ്രതിമ. പിന്നെ പൂവും പ്രതിമയും മാത്രമല്ല, കുട പിടിച്ചിരിക്കുന്ന കുറച്ച് കിളികളെയും നമ്മൾ കണ്ടു വഴിക്ക് വെച്ച്. സംഗതി എന്താണെന്ന് ചിലർക്കെങ്കിലുമൊക്കെ പിടിയിട്ടിട്ടുണ്ടാവണം. പോട്ടെ, എന്തായാലും അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ നമ്മൾ അവിടെ ഈ ഒരു വള്ളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണുന്നില്ല, ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ ഒരു കായൽ കടൽ ഇത് തന്നെയാണ് കാണാനുള്ളത്. പിന്നെ അവിടെ നമ്മൾ പിന്നെ ഇപ്പം കയറി പോകുന്നത് വലിയ ആധുനിക സ്ഥലമൊന്നുമല്ല, ഇതെൻ്റെ അച്ഛൻ സ്റ്റേ ചെയ്തിരുന്ന റൂമാണ്. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വെക്കേറ്റ് ചെയ്യണം, അതിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയി. അവിടെ നിന്ന് പിന്നെ സാധനങ്ങളൊക്കെ നമ്മൾ ഡിക്കിയിലൊക്കെ ആക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ ട്രിപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ നമ്മൾ പോയി സ്മൂത്ത് റോഡായതുകൊണ്ട് പെട്ടെന്നൊക്കെ പോയി. അങ്ങനെ നമ്മൾ പിന്നെ ഒരു ഈവനിങ് ടൈം, ഒരു 5:30 5:45 ഒരു 6 മണിയൊക്കെ ആവാറായ സമയം നമ്മൾ പിന്നെ ചായക്കടയിൽ വണ്ടി ചക്രം പിടിച്ച് നിർത്തി. പ്രധാനമായിട്ടും വണ്ടി അവിടെ നിർത്താനുണ്ടായ കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ഒരു ചായ കുടിച്ചാലോ എന്ന്. അത് കണ്ടപ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നി. അങ്ങനെ പിന്നെ ആർക്കായാലും തോന്നിപ്പോവുമല്ലോ. അങ്ങനെ പിന്നെ ആ ഒരു ഈവനിങ് ടൈമിൽ അവിടെ നിന്ന് ചായ കുടിക്കാൻ നമ്മൾ കടയിലോട്ട് കയറി. ഒരു കട്ടൻ ചായയും, ആദ്യം ഒരു കട്ടൻ ചായയാണ് പറഞ്ഞത്, എനിക്ക് അനിയത്തിക്കും വേണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വരാന്ന് വെച്ചാൽ അതൊരു എന്താ പറയുക, ഒരു പണ്ടത്തെ ശീലമായി പോയത് കൊണ്ട് തന്നെ 2 കട്ടൻ ചായ വാങ്ങി ലാസ്റ്റ്. അങ്ങനെ 2 കട്ടൻ ചായയും നമ്മുടെ നോർമൽ ചായയും പിന്നെ ഉള്ളിപ്പക്കോട, അത് നമ്മുടെ ഉള്ളിവടയുടെ വേറൊരു വെർഷൻ, അതും കഴിച്ചു. ആ ഒരു ഈവനിങ് ടൈമിൽ ആ ഒരു സൺസെറ്റിൻ്റെ സമയത്ത് അവിടെ ഇരുന്ന് ചായ കുടിക്കാൻ നല്ലൊരു അടിപൊളി വൈബായിരുന്നു. ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ട്രിപ്പ് അവസാനിപ്പിച്ച് വീട്ടിലെത്തി. ഇത്രയുള്ളൂ നമ്മുടെ ട്രാവൽ വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.